ശബരിമലയിൽ മോഹൻലാൽ മമ്മൂട്ടിക്ക് വേണ്ടി വഴിപാട് നടത്തിയതുമായി ബന്ധപ്പെട്ട് ഉയരുന്ന വർഗീയ പ്രസ്താവനകളിൽ പ്രതികരിച്ച് കേരള ന്യൂനപക്ഷ ക്ഷേമ മന്ത്രി വി അബ്ദുറഹ്മാൻ. ഇത്തരം ഇടുങ്ങിയ ചിന്താഗതിക്കാർ ജനങ്ങളോട് മാപ്പു പറയണമെന്ന് മന്ത്രി വ്യക്തമാക്കി. മോഹൻലാലിന്റെ വഴിപാടിനെക്കുറിച്ച് ഇടുങ്ങിയ ചിന്തയിലും ഇത്തരത്തിൽ അപരിഷ്കൃതമായ പ്രസ്താവനകൾ നടത്തുന്നവർ പൊതുജനങ്ങളോട് മാപ്പു പറയണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. കേരളം ഉയർത്തിപ്പിടിക്കുന്ന മതേതരത്വത്തിന്റെ സത്ത മനസ്സിലാകാതെ ഉത്തരവാദിത്തമില്ലാതെ ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നവർ സംസ്ഥാനത്തിന് അപമാനമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത്തരം അപകടകരമായ നിലപാടുകളെ തള്ളിക്കളയാൻ മതപണ്ഡിതർ മുന്നോട്ടു വരണം. പൊതുജനങ്ങൾക്ക് മുന്നിൽ ഒരു പ്രത്യേക മതത്തെ അപകീർത്തിപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഈ പ്രസ്താവനകൾ. ഇത്തരം വിവാദങ്ങൾ കേരള സമൂഹത്തിൽ വർഗീയ ധ്രുവീകരണത്തിന്റെ രഹസ്യ അജണ്ട ശക്തിപ്പെടുത്താൻ മാത്രമേ സഹായിക്കൂവെന്നും അദ്ദേഹം പറഞ്ഞു. മതങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന മനുഷ്യത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും സത്ത ഗ്രഹിക്കാൻ കഴിയാത്തവരുടെ അധിക്ഷേപങ്ങൾക്കെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു വൃദ്ധയായ മുസ്ലിം സ്ത്രീ തന്റെ കുട്ടികളുമായി മൂന്നാറിലേക്ക് യാത്ര പോയതിനെ ഒരു മതനേതാവ് വിമർശിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് വലിയ പാപമാണെന്ന് അവർ കരുതുന്നു. വിദ്യാർത്ഥികൾ പഠനയാത്രകൾ നടത്തുന്നത് തടയാനുള്ള ശ്രമങ്ങളും നടന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള ഏതൊരു പിന്തിരിപ്പൻ നീക്കങ്ങളെയും ചെറുക്കണം, അദ്ദേഹം പറഞ്ഞു. മാർച്ച് 18-നായിരുന്നു മോഹൻലാൽ ശബരിമല സന്ദർശിച്ചത്. ഈ വേളയിൽ ശബരിമല അയ്യപ്പ ക്ഷേത്രത്തിൽ അദ്ദേഹം വഴിപാട് നടത്തുകയും ചെയ്തു. മമ്മൂട്ടിയുടെ പേരിൽ നടത്തിയ വഴിപാടാണ് വിവാദങ്ങൾക്ക് കാരണമായത്. വഴിപാട് രസീത് ചോർന്ന് വൈറലായതിനെ തുടർന്ന് തീവ്ര മതവിശ്വാസികളിൽ ഒരു വിഭാഗം മമ്മൂട്ടി ഒരു മുസ്ലിമാണെന്നും മോഹൻലാലിനോട് തനിക്ക് വേണ്ടി ക്ഷേത്രത്തിൽ പ്രാർത്ഥന നടത്താൻ അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കണമെന്നും പറഞ്ഞു. ഇത് വിവാദത്തിന് തിരികൊളുത്തുകയായിരുന്നു. സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ രണ്ട് ജനപ്രിയ നടന്മാരുടെയും സൗഹൃദത്തെ പ്രശംസിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം.